ഹലോ ഗൈസ്, ഞാനിന്നൊരു പുതിയൊരു കറി മാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇത്തിരി കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇടാൻ പോണത് ഇത്തിരി ഉലുവ. അത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അധികം പൊടിച്ചിട്ടില്ല, എന്നാലും ഒരു വിധം പൊടിച്ചിട്ട് വെച്ചതാണിത്. അതും ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളക്. പിന്നെ ഞാനിവിടെ ഇത്തിരി പെരിഞ്ജീരകം മുഴുവനായിട്ട് ഇടാം കേട്ടോ. ഞാനിത് പൊടിച്ചതാണ് എടുത്തത്, മുഴുവനായിട്ട് എനിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത്തിരി എള്ള്, ഇത്ര ഇട്ടിട്ടുണ്ട്, കുറച്ച്, എല്ലാം കുറച്ച് വിധം. പെരിഞ്ജീരകം ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനിത് മാങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ഇത് മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. മൂവാണ്ടൻ മാങ്ങയാണെങ്കിൽ തൊലി എഴുത്തേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കേട്ടോ. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിന് ശേഷം ഞാനിതേ ഒരു 4 വറ്റൽമുളക് ചുട്ടെടുത്തതാണ് കേട്ടോ. ചുട്ടെടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കമ്പിയിൽ കോർത്തിട്ട് ഗ്യാസിൽ കാണിച്ചിട്ട് ചുട്ടെടുക്കാം. എങ്ങനെയായാലും എണ്ണയൊന്നും ഒഴിക്കണ്ട, വെറുതെ നമ്മളിത് ഒന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. എരിവ് വേണ്ടവർക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറിനാൻ, നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നമ്മൾ എള്ളൊക്കെ ഒന്ന് പൊട്ടണേ. അപ്പം ഇനി ഇത് മാങ്ങ ഒരു വിധം വെന്ത് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വെന്ത് വരുന്നത്. ശർക്കര ഞാൻ ഇത്തിരി പൊടിച്ച് വെച്ചാൽ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് മധുരം അനുസരിച്ചിട്ട് എത്ര വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, മധുരം ഉപ്പ് ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിൽ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാം. ഞാനിപ്പോൾ ഇതിലധികം വെള്ളമൊന്നും ആക്കുന്നില്ല, കട്ടിയായിട്ട് തന്നെ എടുക്കണത് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടൊന്ന് കുറുകി വരുമ്പോൾ ശർക്കര ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ആ ശർക്കര പൊടിച്ചിടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, എല്ലാവർക്കും എളുപ്പമാണ് ചെയ്യാം. ഇവിടെ തന്നെ ഉണ്ടായ മൂവാണ്ടൻ മാങ്ങയാണ്. നല്ല കട്ടിയുള്ള തൊലിയാണെങ്കിൽ തൊലി ചെത്തിക്കളയണം. മൂവാണ്ടൻ മാങ്ങയുടെ തൊലി ചെത്തണമെന്നില്ല. ഞാൻ കുറച്ചൊക്കെ ചെത്തിക്കളഞ്ഞത്, കുറച്ച് ചെത്തിക്കളഞ്ഞില്ല. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. എന്തോ ഒരു ടേസ്റ്റ് ഒന്നായിട്ട് മാത്രം മതി നമുക്ക് ചോറിന്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബൈ.